സമരം ഇപ്പോൾ തുടങ്ങിയിട്ട് ഇത്ര ദിവസമായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സമരത്തിന് പന്തലിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? അതോ നിങ്ങളെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കബളിപ്പിക്കാൻ തോന്നുന്നു? അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരാണ്, കേരള ഗവൺമെൻറ്റിൽ വിശ്വാസമുള്ളവരാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരേണ്ടത് ആ ഭരിക്കുന്ന ഭരണകൂടം ഏതാണ് അവരാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏത് തീരുമാനം വന്നാൽ, അതായത് നമുക്ക് അനുകൂലമായിട്ട് ഏത് തീരുമാനം വന്നാലും എല്ലാവരും അതിനോട് യോജിക്കുന്നതാണ്, ആ തീരുമാനങ്ങളോട്. ഇപ്പോൾ നമ്മൾ BJP ബില്ല് കേന്ദ്ര സർക്കാരോട് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം ബില്ല് വന്നു, പിന്നെ നമ്മൾ ഈ സമരം മുന്നോട്ട് പോകുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ബില്ല് പാസ്സാക്കിയതന്നെ ഉള്ളൂ. മുനമ്പുകാർക്ക് റവന്യൂ അവകാശം സ്ഥാപിച്ച് കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്നവരെ നമ്മൾ സമരം തുടരേണ്ടതുണ്ട്. കാരണം ഒരു നിയമം നമ്മുടെ ഈ റവന്യൂ അവകാശം സ്ഥാപിച്ച് കിട്ടുക, അതായത് നമ്മൾ കേസ് ഫയൽ ചെയ്തു, അതിൻ്റെ തീരുമാനം വരാനിരുന്നതായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു നീതി, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ഈ സമരം സ്റ്റോപ്പ് ചെയ്യുന്നതിനോട് അർത്ഥമുള്ളൂ. അല്ലാതെ നമുക്ക് അർത്ഥമില്ല അത് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പം ഈ BJP ഇതൊരു വോട്ട് ബാങ്കിന് വേണ്ടി ഒരു ശ്രമത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പൊതുവിലൊരു സംസാരം വരുന്നത്. ഇതിനോട് യോജിപ്പുണ്ടോ? കാരണം BJP കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം ദേശീയ തലത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ കൂടി അക്കൗണ്ട് തുറന്നാൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇങ്ങനെ ഒരു സമരത്തിന് വേണ്ടി അവരുടെ ഒരു സൃഷ്ടിയാണെന്നും കൂടെ ഒരു പുറത്തൊരു വ്യാഖ്യാനമുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? നമുക്കിപ്പോൾ പുറത്തൊരാൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തോടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം അത് എൻ്റെ എനിക്ക് അറിയാത്ത വിഷയമാണ്. ഒരു കാര്യമുണ്ട്, അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ നല്ലതായിട്ട് വ്യാഖ്യാനിക്കാം, ചിലപ്പോൾ തെറ്റായ രീതി വ്യാഖ്യാനിക്കാം. അത് ഓരോരുത്തരുടെ വാമൊഴി അനുസരിച്ചിരിക്കും. നമുക്കൊരു കാര്യം വന്ന് അതിനെ പബ്ലിഷ് ചെയ്യുമ്പോൾ പല രീതിയിലാണ് ആ ഒരു വർത്തമാനം മനുഷ്യരുടെ വായിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എനിക്കറിയാത്ത കാര്യത്തോട് എനിക്ക് സംസാരിക്കാനായിട്ട് ഏതെങ്കിലും ആരെങ്കിലും നിങ്ങളോട് നീതി കാണിച്ചില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? അത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് അവിടെ നമ്മുടെ പാർലമെൻറ്റ് വരെ എത്തിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ്. കാരണം മുനമ്പ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഗ്രാമത്തിൽ കിടന്ന പ്രശ്നം ഇപ്പോൾ എല്ലാവരുടെയും, അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു കാര്യം ചെന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട്, അതായത് ഒരു പാർട്ടിക്കും എതിരായിട്ടല്ല, എല്ലാവരും സത്യസന്ധതയോടുകൂടി നമ്മുടെ ഇന്ത്യയെ ഭരിക്കുവാണെങ്കിലും നയിക്കുവാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. ആർക്കും ഒരു മതത്തിനോ ഒരു പ്രത്യേക പാർട്ടിക്കോ മുറിവുണ്ടാകാതെ എല്ലാവരും സമചിത്തത്തോടുകൂടി എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാജ്യം ഭരിക്കുന്നത്. ആരും സ്വന്തം ലാഭേച്ഛയ്ക്ക് വേണ്ടി ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമത്വതയോടുകൂടി ഭരിക്കുമ്പോൾ നമുക്ക് നീതി സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ മുനമ്പം പ്രസിഡന്റ് സമരം ആരംഭിച്ചു. ഈ സമരത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 500ഓളം പേര് BJPയിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ വർഷം വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് സിസ്റ്ററിന് ഇതിന് അറിവുണ്ടോ എന്തെങ്കിലും പറ്റിയുള്ള? 500ഓളം പേരല്ല, ഞാനിങ്ങനെ കേട്ടു, കുറച്ച് പേര് ചേർന്നതായിട്ട് ഞാൻ കേട്ടു. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും. ഞാൻ ഏത് പാർട്ടിയിലായിരിക്കണം എന്നുള്ളത് എൻ്റെ ഡിസിഷനാണ്. അത് ഒരിക്കലും ഒരു സമുദായത്തിൻ്റെ ഡിസിഷനല്ല. എൻ്റെ ഫാമിലിയുടെ ഫോളോവേഴ്സ് ചിലപ്പോൾ അതിനോടുള്ള താല്പര്യമായിരിക്കാം. ഞാൻ എന്തായിത്തീരുന്നത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അതൊരിക്കലും പബ്ലിക്കുമായിട്ട് കണക്റ്റഡ് അല്ല. അതുപോലെ ചില ആൾക്കാരെ ഇങ്ങോട്ട് ഈ സമരപന്തലിലേക്ക് അടുപ്പിക്കുകയല്ല എന്നൊക്കെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ ഇങ്ങോട്ട് അടുപ്പിക്കുകയല്ല, അവർ നമ്മളോടൊരു നീതി കാട്ടിയിട്ടില്ല എന്നൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. ഇതും ഒക്കെ നമ്മുടെ അറിവുണ്ടോ ഇതിനെ പറ്റിയുള്ള? അത് ഞാൻ കുറേ ദിവസത്തോടുകൂടി ഇന്നാണ് വന്നത് ഇവിടെ. ഞങ്ങൾ സ്കൂളും വർക്കായിട്ടൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടാകുമായിരിക്കും, അതിനെക്കുറിച്ച് അറിവില്ല. പിന്നെ നമ്മുടെ MP-യുടെ പ്രവർത്തനങ്ങളെ പറ്റി എന്താ അഭിപ്രായം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് MP നമുക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. ഹൈബിയുടെ ഇത് വ്യക്തത എങ്ങനെയാണ് വ്യക്തം? ആദ്യമൊക്കെ അവർ എല്ലാ പാർട്ടികളെല്ലാം, അതായത് ഹൈബിയുടെ മാത്രമല്ല എല്ലാ നേതാക്കളും ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഞങ്ങളെല്ലാവരും മുനം ജനതയ്ക്കൊപ്പമാണ്, നിങ്ങൾക്ക് നീതി നടത്തി തരുന്നതിനോട് ഞങ്ങൾ കൂടെ ഉണ്ടാകും, അവസാനം വരെ കൂടെ ഉണ്ടാകും എന്നാണ് എല്ലാവരും വാഗ്ദാനം നൽകിയിരുന്നത്. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ആരും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഒരാൾ മാത്രമല്ല, എല്ലാവരും. ആരിപ്പോൾ നമ്മൾ ഒരു ഫോർമാലിറ്റി വെച്ച് നോക്കി പറഞ്ഞാലും ആരും ഈ ഉൾക്കാമ്പിലേക്ക് ആരും വന്നിട്ടില്ല. പുറമേ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നതല്ലാതെ ന്യായമായ കാര്യങ്ങൾക്ക് അടുക്കുമ്പോൾ എല്ലാവരും പല രീതിയിലാണ് കാണുന്നത്. അല്ലാതെ ഇന്ന പാർട്ടി മാത്രമായിട്ട് ഒരു കാര്യത്തോട് ചേർന്ന് നിൽക്കുന്നില്ല. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരാൾ മാത്രമല്ല. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ തൊഴിലെടുക്കുന്ന ആൾക്കാരാണ്, കുടുംബങ്ങളാണ്. ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരും കൂടെയുണ്ട്, ക്രിസ്ത്യൻസ് ആയിട്ട്. ഈ പള്ളിയുടെ വാതിക്കലാണ് ഇവരെ ഈ സമരത്തിന് ഈ പന്തലിരിക്കുന്നുണ്ട്. ഇവരുടെ ഉപജീവനമൊക്കെ എങ്ങനെ കഴിയുന്നത്? അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
എല്ലാ ആൾക്കാരും കടലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്, കുറേ അധികം പേര്. കാരണം അന്നന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് അവരവരുടെ അന്നം പൊറ്റിപ്പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജനത്തിനെ സംരക്ഷിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, ഒരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ വഹിച്ച പങ്കെന്ന് പറയുന്നത് വലിയൊരു ശതമാനം, അതായത് നമ്മുടെ നേവി ചെയ്യുന്ന അത്രയും ദാഠ്യത്തോടു കൂടിയാണ് അവർ ചെയ്തത്. സ്വന്തം ജീവനെ പോലും മറന്നിട്ട്, സ്വന്തം കുടുംബത്തെ പോലും, കാരണം ഇവരില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യരെ, അതായത് ഈ ഒരു കുടുംബത്തെ അവർ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഫ്ലഡിന് വേണ്ടി ഇവർ ഇറങ്ങിയത്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ചങ്കുറപ്പുള്ള ഒരു മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള കടമ കാണിക്കേണ്ടതാണ്. കാരണം ഇങ്ങനൊരു വീഴ്ച, ഇത്രയും ദിവസങ്ങൾ നിരാഹാരം നീണ്ടുപോകുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇടം നേടാനുള്ളൊരു കാര്യമാകും മുനമ്പൻ ജനതയ്ക്ക്. കാരണം PSCയിലൊരു ക്വസ്റ്റ്യൻ ആവും, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ നിരാഹാരം ഇരുന്ന പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ പിള്ളേർ മുനമ്പ് വന്ന് എഴുതേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാതെ അത് എല്ലാവരും കൂടെ സഹകരിച്ച്, ഒരു പാർട്ടിക്ക് പ്രത്യേകം താല്പര്യം കാണിക്കാതെ എല്ലാവരും കൂടെ സഹകരിച്ച് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എത്ര ദിവസമായി മൊത്തത്തിൽ? ഇപ്പം 183. ഓ, അത് തന്നെ ഒരു വലിയൊരു ചരിത്രമാണ് അല്ലേ? കാരണം ഇത്രയും ദിവസം ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് സമരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പം ഈ മുന്നോട്ട് ഇങ്ങനെ സമരം നീളുന്തോറും അവരുടെ കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം അവരുടെ കുടുംബത്തിൻ്റെ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുമ്പോൾ അവർ മൊത്തം കാര്യങ്ങൾ താളം തെറ്റുകയാണ്. അപ്പം അത്രയും കുട്ടികളുണ്ട്, കുഞ്ഞു പിള്ളേരുണ്ട്, അവരെയൊക്കെ ഇട്ടിട്ടാണ് ഈ അമ്മമാരും അപ്പന്മാരും ഒക്കെ വന്ന് ഈ സമരപ്പന്തലിൽ എല്ലാ ദിവസവും വരുന്നവരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ വന്ന് ഇവരുടെ ടൈം, അവരുടെ ജോലി ഇതെല്ലാം മാറ്റി വെച്ചിട്ടാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു അമ്മയാണെങ്കിൽ അന്നത്തെ ദിവസം അവിടെ ലീവ് ചോദിച്ചിട്ടായിരിക്കും ഇവിടെ വന്ന് സമരത്തിന് ഇരിക്കുന്നത്. അപ്പം അവരുടെ ബുദ്ധിമുട്ട് അത് ആരും കാണുന്നില്ല. നമുക്ക് വീട്ടിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ആഹാരം വേവിച്ച് തരാനും നമുക്ക് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. നമുക്ക് ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. വലിയവരെ സംബന്ധിച്ചുള്ള അവർക്ക് ജോലിക്കാരുണ്ട്, അവർക്ക് ചെല്ലുമ്പോൾ തന്നെ ആഹാരമുണ്ട്. ഇവരെ സംബന്ധിച്ചത് ഇവർ പോയാലേ ഇവർക്ക് കിട്ടുകയുള്ളൂ, അല്ലാതെ ഇവർ വീട്ടിൽ ഇരുന്ന് ആരും കൊണ്ടുവന്ന് കൊടുക്കില്ല. അപ്പം അത് മനസ്സിലാക്കണം എല്ലാവരും. BJPയെ സംബന്ധിച്ച് സുരേഷ് ഗോപിയെ പോലുള്ളൊരു കേന്ദ്രമന്ത്രിയുണ്ട്, അദ്ദേഹം ഇവിടെ വന്നെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വന്നു നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്? അദ്ദേഹം ഒന്ന് സംസാരിച്ചപ്പോൾ ഇത് ഞങ്ങൾ മുനമ്പൻ ജനതയ്ക്കൊപ്പം ഉണ്ടാവും എന്നാണ് ഇവിടെ വന്ന് വാഗ്ദാനം കൊടുത്തത് എല്ലാവർക്കും. അതുപോലെ തന്നെ ഇതിലാണെങ്കിലും അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്തു, നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അത് നല്ലൊരു കാര്യം. കാരണം നമുക്ക് അനുകൂലമായിട്ട് ആരെങ്കിലുമൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമ ആക്ടറും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സാമൂഹിക പ്രതിബദ്ധത അയാൾ കാണിക്കും. അല്ല, ഇനിയിപ്പോൾ നീണ്ടു പോകും തോറും അതിപ്പം ഇത് ഒത്തിരി നീണ്ടുപോകുന്ന എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതെങ്ങനെ വരണമെന്നാണ് സിസ്റ്റർ ആഗ്രഹിക്കുന്നത്? ഇത് ഏതൊരു തീരുമാനത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എത്രയും നീണ്ടുപോകാതെ ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ച്, ഇപ്പോൾ സ്റ്റേ ഓർഡർ വന്നു, ആ സ്റ്റേ ഓർഡർ മാറ്റി സാധാ രീതിയിൽ, അതായത് ഒരു ഈസ്റ്റർ കഴിയുമ്പോഴേക്കും ഇവരുടെ നിയമങ്ങൾ സ്ഥാപിച്ചിട്ട് അത്രയും വലിയ ഗവൺമെൻറ് ഇടപെട്ട് അത് നീതി നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നീട്ടിക്കൊണ്ടുപോയി അവരെ ബുദ്ധിമുട്ടിക്കുന്ന, നമുക്കറിയാം നമ്മൾ ഇത്രയും പേരെ നിരാഹാരം ഇരുത്തി ഇത്രയും ദിവസങ്ങൾ കടത്തിക്കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു മാനുഷിക പരിഗണന വെച്ച് നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്. ആ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും എപ്പോഴാണെങ്കിലും, അത് ഏതവസ്ഥയിലാണെങ്കിലും. നമ്മൾ ഇന്നൊരു വ്യക്തിയോട് കാണിക്കുന്നത് നാളെ തിരിച്ച് നമുക്കെതിരെയും ഉണ്ടാകും. അത് നേരെ വരുന്ന രീതിയിലായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. ഇവിടെ സ്കൂളിൽ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.